മെക്സവനെതിരെയുള്ള വിവാദങ്ങൾ മറ്റൊരു ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മറുപടി പറഞ്ഞും കൊടുത്തുമൊക്കെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു കുരുക്ക് എങ്ങനെ അഴിക്കാം? മെക്സവൻ നേരിടുന്ന ഒരു പ്രതിസന്ധി അതുതന്നെയാണ്. പക്ഷേ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എല്ലാ ശേഷിയും അവർക്കുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം നമുക്കറിയാം, ഇന്നിപ്പോൾ ക്രിസ്തുമസ് ആഘോഷ പരിപാടികളുമായി അതായത് കോഴിക്കോട് ബീച്ചിലുള്ള മെക്സവൻ കൂട്ടായ്മ മുന്നോട്ട് പോവുകയാണ്. ക്രിസ്തുമസ് ആശംസകൾ നൽകി ക്രിസ്തുമസ് അപ്പൂപ്പൻ നമുക്കൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കുരുക്കാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു കുരുക്കാണ് മജീഷ്യനായ സലീം ഒരുക്കുന്നത്. ആ കുരുക്ക് എങ്ങനെ അഴിക്കാം, അതായത് മെക്സവൻ ഉൾപ്പെട്ടിരിക്കുന്ന ആ കുരുക്ക് അഴിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. മെക്സവൻ അകപ്പെട്ടിരിക്കുന്ന ആ കുരുക്ക് അഴിച്ചിരിക്കുകയാണ് സലീം. എന്താണ് ഇതിലൂടെ പറയാനുള്ളത് നിങ്ങൾക്ക്? മെക്സവനിൽ ഇപ്പോൾ ഈ വിവാദത്തിനൊന്നും യാതൊരു അർത്ഥമില്ലാത്തൊരു വിവാദമാണ് ഇത് ജനങ്ങൾ ഉണ്ടാക്കിയത്. എവിടെ നിന്നുള്ളതെന്നില്ല, ആരായാലും എവിടെ ആയാലും ഇതിന് യാതൊരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഇതിൽ എല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടു കൂടിയുള്ള ഒരു എക്സസൈസാണ് ഇത്. ചില വർഗീയമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ട് എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമായി മാറുന്നു ഇപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ. നമ്മൾക്കിവിടെ വർഗീയതയില്ല, ജാതി മതഭേദമന്യേ നമ്മളെല്ലാവരും ഒന്നാണ്. പ്രശാന്ത്, സുനിൽ, ഇന്ന് മാധവട്ടം വന്നിട്ടില്ല, എല്ലാവരും ഉണ്ട് ഇവിടെ. ജോസ് ഉണ്ട്. ഇവിടെ ജാതി മതം എന്നുള്ള കോഴിക്കോട്ടുകാർക്കില്ല. കോഴിക്കോട്ടുകാർക്ക് ജാതി മത ഭേദം തന്നെയാണ്. എല്ലാവരും സൗഹൃദത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാടാണ്. നമുക്ക് അറിയാം, നമ്മുടെ പഴയകാലത്തെ അങ്ങനെ തന്നെയാണ്. ആഷിൻകായി എങ്ങനെയാണ്, എന്തൊക്കെയാണ് പറയാൻ? ഇവിടെ നമ്മൾക്ക് ഒരാളെ ജാതി എങ്ങനെ നോക്കി, ഇവിടെ ആൾക്കാർ വരുന്നു, എക്സസൈസ് എടുത്ത് പോകുന്നു. ഇവിടെ ഒരു രജിസ്റ്റർ വരെ ഇല്ലല്ലോ. പിന്നെ ഷർട്ട് വാങ്ങുമ്പോൾ പേര് എഴുതും. ഇപ്പോൾ വൈവിധ്യമാണ്. കാരണം ഇന്നിപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിപാടികൾ, മാജിക് അടക്കമുള്ള പരിപാടികൾ, അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദ സന്ദേശം, അതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടിയിലേക്ക് പോകുന്നത്? അല്ല, ഞങ്ങളിത് എല്ലാ വേൾഡ് യുനെസ്കോൻ്റെ എല്ലാ ഇതും ഞങ്ങളിവിടെ ആചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മെക്സവൻ തുടങ്ങിയതിന് ശേഷം ആദ്യം ക്രിസ്മസ് ആണ് വരുന്നത്, അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചു. വേൾഡ് പ്രമേഹ ദിനം ഇവിടുന്ന് എല്ലാവർക്കും ഫ്രീ കൊടുത്തിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു. അതേമാതിരി ലിവർ ടെസ്റ്റ് ഫ്രീ ആയിരുന്നു. അങ്ങനെ 5000-ഓളം രൂപ വരുന്ന ടെസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. UN എന്ത് പറയുന്നോ അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷം ആദ്യ നഗരത്തിൽ ചെയ്യുന്നത് മെക്സവനാണ്. മെക്സവൻ ഏതായാലും വലിയ തരത്തിൽ ആവേശമായി മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മെക്സവൻ്റെ പരിപാടികൾ, അതായത് രാവിലത്തെ ആരോഗ്യ കൂട്ടായ്മ, അത് വീക്ഷിക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുന്നു. കാരണം നമുക്ക് 2 കുട്ടികൾ കൊടുവള്ളിയിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ രാത്രിയോട് കൂടി ഇവരെ എത്തി. എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയത്? ഇവിടെ പരിപാടിയും കാര്യമൊക്കെ ഉണ്ട്, എല്ലാം കൊണ്ട് നല്ല ഇതാണ്. ഞങ്ങൾ ഇതിലേ പോകുമ്പോഴാണ് ഇവരെ പ്രോഗ്രാം കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇവർ അത്രയും എന്താ പറയുക, ഞങ്ങൾ ക്ഷണിച്ച് വിളിച്ച് ഇങ്ങനെ കയറി നിന്ന് ഇതാക്കിയതാണ്. ഭയങ്കര വൈബാണല്ലോ. നല്ല വൈബാണ് ഇവിടെ. ഇവിടുത്തെ എല്ലാവരും ഭയങ്കര വൈബാണ്. എല്ലാവരും പെട്ടെന്ന് നല്ല പ്രോത്സാഹനം തന്ന് പെട്ടെന്ന് കയറ്റി കളിപ്പിക്കുകയൊക്കെ ചെയ്ത്. എങ്ങനെയുണ്ട്? ആരോഗ്യ ഉഷാറാണോ? കുറഞ്ഞോ? മെക്സവൻ ഒരു വൈബായി മാറിയിരിക്കുകയാണ്. ചരിത്രം തിരുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എൻ്റെ പേര് പ്രശാന്ത് കളത്തിങ്ങൽ. ഞാൻ ആ പേര് പറയാനുള്ള കാരണം, ഇപ്പം അതൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ നിശ്ചയിക്കുന്നത്. എല്ലാം കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണത്. ഇതെന്താ യൂണിഫോം? വേറെ യൂണിഫോം ആണല്ലോ ഇത് കാണുന്നത്. ഞാൻ ഇതിന് ഏറ്റവും മേലെ എത്തി. അപ്പോൾ പിന്നെ യൂണിഫോം ഇവരെ കൊടുത്തില്ല, അവർ മുകളിലാണ് എത്തി. ഞാനിപ്പോൾ അടുത്ത കയറി എത്തിയുള്ളൂ. യൂണിഫോം കിട്ടിയില്ല. എനിക്ക് പറയാനുള്ളത്, ഒരു ആരോഗ്യമുള്ളൊരു സമൂഹം അത് തന്നെയാണ് മെക്സവൻ. അത് വിമർശിക്കുന്നവർ പോലും മനസ്സിലാക്കി ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. വിമർശിക്കുന്നവർ പോലും ഇതിൻ്റെ ഒരു കൂട്ടാളികളായി മാറുകയാണ്. അത് തന്നെയാണ് ലക്ഷ്യം. ചേട്ടൻ യൂണിഫോം ഒന്നും ഇല്ലല്ലോ? യൂണിഫോം ഇല്ല, ഞാൻ അടുത്ത് തുടങ്ങിയിട്ടുള്ള യൂണിഫോം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത് തന്നെ കിട്ടും. ഞാൻ ഈ മെക്സവനെ കുറിച്ച് ഞാൻ കേൾക്കുമ്പോൾ, ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ വീഡിയോ കാണുന്നത്, അത് എവിടെ എത്തിയില്ല, എവിടെയും പ്രചാരത്തിലായില്ല. കുറേ ആയോ? കുറേ 3 മാസം കഴിഞ്ഞു. പിന്നെ ഫുള്ളായിട്ട് എല്ലാ എക്സസൈസിലും പങ്കെടുത്തിട്ടുണ്ട്. ഇതൊരു ലീവ് എടുത്തിട്ടുണ്ട്. എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 71. കാലിൻ്റെ മുട്ടി നല്ല വേദന ഉണ്ടായിരുന്നു. 3 മാസം
ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ സുഖമായി. ഇപ്പൊ ആറ്റിറ്റ്യൂഡ് തന്നെ കണ്ടറിയാം, നല്ല ഉഷാറായി നിൽക്കുന്നു. ബോഡിയായിട്ട് ഇപ്പം നല്ലത്. പപ്പാജി നല്ലൊരു സൗഹൃദ കൂട്ടായ്മയാണ്. ഇപ്പോൾ നമുക്ക് കാണാം യൂണിഫോം ഇല്ലാത്ത പലരുമുണ്ട്. കാരണം ഇവർക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല, കാരണം പുതിയ ആളുകളാണ്. അതായത് ഈ വിവാദങ്ങൾക്ക് ശേഷം കൂടുതൽ ആളുകൾ ഈ കൂട്ടായ്മയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, പുറത്ത് നടക്കുന്ന വിവാദങ്ങളൊന്നും തങ്ങളെ സ്പർശിക്കുന്ന പോലുമില്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. കാരണം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകാതെ തന്നെ നല്ല രീതിയിൽ ആരോഗ്യ കൂട്ടായ്മയെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്. അത്തരത്തിലുള്ള ആശംസകൾ തന്നെയാണ് നമുക്ക് നൽകാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേക്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.